മുട്ട പൊട്ടിത്തെറിച്ചത് ഒരു ഒന്നൊന്നര പൊട്ടിത്തെറിക്കലായിരുന്നിട്ട് കിട്ടിയാലേ നമ്മുടെ വാണ്ടറിങ് ഫുഡിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. സംഭവം നമുക്ക് യാതൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ചിക്കനോ ബീഫൊക്കെ വെച്ച് എന്തുവേണമെങ്കിലും ഉണ്ടാക്കട്ടെ. സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് സോയാ സോസും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് തലേദിവസം വറുത്തച്ചിട്ട് ബാക്കിയാണ് ചിക്കൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ബീഫോ എന്തായാലും ഇട്ടൊരു മസാല അങ്ങോട്ടുണ്ട് സെറ്റാക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. മുട്ട പൊട്ടിച്ചിട്ട് സബോളയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയാണ് കേട്ടോ നമുക്ക് പൊട്ടിത്തിരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കേണ്ടത്. നടുക്കിലൊരു പൊറോട്ട വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയും കൂടി ഇതുപോലെ ഉണ്ട് സെറ്റ് ആക്കിയിട്ട് മേൻപൊടിക്ക് കുറച്ച് ഗരം മസാലയും തൂക്കി മുട്ട പൊരിച്ചതിൻ്റെ ഓരോ ഭാഗം ഇതുപോലെ എങ്ങനെ ഫോൾഡ് ആക്കിക്കോ. സംഭവം വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടുകടക്കാർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഒരു വിധം ഒപ്പിച്ചെടുത്തു. സംഭവം സെറ്റാക്കി ഒരു 10 മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ. ചെറുതിൽ അങ്ങനെ ഇരുന്നിട്ട് സെറ്റ് ആകുമ്പോഴേക്കും ആ മസാലയും പൊറാട്ടയും എല്ലാം കൂടി ഒന്നുകൊണ്ട് സെറ്റായിട്ടുണ്ടാവും കിട്ടിയാളെ. ചിക്കൻ മസാലയിൽ കുതിർന്നിട്ടുള്ള പൊറാട്ടയും ഓംലേറ്റ് ഒക്കെ കൂടി ഒരു പിടിയുണ്ട് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.